വിഷ്ണു, യു പ്രതിഭ ആ വിഷയത്തിൽ ഒരു പരാതിയുമായി പോവുകയാണല്ലോ LDF. ശക്തമായി തന്നെ അതിൽ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് LDF തീരുമാനിക്കുന്നത്, അല്ലേ? ഇതെല്ലാം അത് രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കാൻ തന്നെയാണ് LDFന്റെ തീരുമാനം. അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു പരാമർശമാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്ത് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം അതിനെ വിചിത്രമായ രീതിയിൽ ന്യായീകരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിഷേധം ശക്തമാക്കി മുൻപോട്ട് പോകാനുള്ള LDFന്റെ തീരുമാനം. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും പോലീസിലും പരാതി നൽകും. ഒപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രതിഷേധം ഇന്ന് കായംകുളത്ത് നടക്കുന്നുണ്ട്. UDF ആകട്ടെ ഈ M ഇർഷാദിനെതിരെ നടപടി സ്വീകരിച്ചു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു തുടങ്ങിയ പ്രതിരോധങ്ങളൊക്കെ തീർക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ പ്രതിരോധങ്ങൾ കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആ പരാമർശങ്ങൾക്ക് ബദലാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് വലിയ രാഷ്ട്രീയ ചർച്ചയായിട്ടുണ്ട് കായംകുളത്ത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ AM ആരിഫിന്റെ ഭാഗത്ത് അന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അരിത ബാബുവിനെതിരെ ഒരു സ്ത്രീവിരുദ്ധ അല്ലെങ്കിൽ അങ്ങേയറ്റം മോശമായ ഒരു പരാമർശം ഉണ്ടായിരുന്നു. അത് UDF വലിയ രീതിയിൽ ആഘോഷിക്കുകയും അത് അവർ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തതാണ്. അതിനിടയിലാണ് ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ യു പ്രതിഭക്കെതിരെ അങ്ങേയറ്റം മോശം പരാമർശം ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യാനാണ് LDFന്റെ തീരുമാനം. ഇന്നലെ PK ശ്രീമതി അടക്കമുള്ള ആളുകൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ നടപടി വേണം എന്നുള്ളതാണ് LDFന്റെ ആവശ്യം. ദിൽന. ശരി വിഷ്ണു, ഏതായാലും കഴിഞ്ഞ ദിവസം കായംകുളത്ത് M ലിജുവിന്റെ കണ്ണീരണിഞ്ഞുകൊണ്ടുള്ള 3 തവണ പരാജയപ്പെട്ടു, ഇത്തവണ ഒരു അവസരം തരണമെന്ന വാക്കുകളായിരുന്നു മുന്നിൽ നിന്നതെങ്കിൽ, അല്ലെങ്കിൽ അതാണ് ചർച്ചയായതെങ്കിൽ, ഇന്നലെ ഉച്ചയോടുകൂടി കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. യു പ്രതിഭ ഇന്നലെ വികാരാധീനിയായി സംസാരിക്കുകയായിരുന്നു. അത്ര രൂക്ഷമായ, അത്ര മോശമായ പദപ്രയോഗങ്ങളാണ് ഇർഷാദ് ചക്കാലശ്ശേരിയിൽ നിന്ന് വന്നത്. നടപടി സ്വീകരിച്ചെങ്കിലും അവിടെ തീരില്ല. മാപ്പ് നേരവേ ഒരു മാപ്പ് പറയാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത്. ലിജു ക്ഷമ ചോദിച്ചു, പക്ഷെ അതുകൊണ്ട് ആ ഡാമേജ് ഇല്ലാതാവുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.